ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഹിന്ദിയുടെ മൂന്നാമത്തെ ചാപ്റ്ററായ ടൂട്ടാ പഹിയെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ടൂട്ടാ പഹിയ എന്ന് പറഞ്ഞാൽ പൊട്ടിയ ചക്രമാണ്. ഈ പൊട്ടിയ ചക്രം എന്താണ്? പൊട്ടിയ ചക്രം പറയുന്ന രീതിക്കാണ് ഈ കവി ഇവിടെ കവിത രചിച്ചിരിക്കുന്നത്. ഈ കവിത എഴുതിയത് ആരാണെന്നറിയാമോ? ഹിന്ദിയിലെ പ്രശസ്തനായ കവി ധർമ്മവീർ ഭാരതിയാണ്. അപ്പോ ഈ കവിത ടൂട്ടാ പഹി, അതായത് പൊട്ടിയ ചക്രം സ്വയമേ പറയുന്ന രീതിയിൽ കവി എന്ത് ചെയ്യുന്നു, മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ കവിതയുടെ മലയാളം അർത്ഥം എന്താണ് നമുക്ക് നോക്കാം. ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാമോ? ഈ കവിത എപ്പോഴാണ് എഴുതിയിരിക്കുന്നത്, ഏത് സന്ദർഭമാണെന്ന് അറിയാമോ? നമ്മൾ അഭിമന്യു അക്ഷൗണി പട, അതായത് ഈ നമ്മുടെ അക്ഷൗണി സേനയുടെ ഒക്കെ ഇടയിൽ ഉൾപ്പെട്ടു പോകുമ്പോൾ, അതായത് ഈ ചക്രവ്യൂഹത്തിനകത്ത് പെട്ടുപോകുമ്പോഴുള്ള ഒരു സന്ദർഭത്തിനെ കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്. ആര് പറയുന്നു? നമ്മുടെ പൊട്ടിയ ചക്രം തന്നെ പറയുകയാണ്. ഞാൻ രഥത്തിന്റെ ഒരു പൊട്ടിയ ചക്രമാണ്. പക്ഷേ ഫേങ്കോമത്, എന്നെ വലിച്ചെറിയാൻ പാടില്ല. ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ അക്ഷൗണി പടയ്ക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു ദുസ്സാഹസിയായ അഭിമന്യു അന്ന് വലയം ചെയ്യപ്പെടില്ലെന്ന് ആർക്കറിയാം എന്ന് നമ്മുടെ ടൂട്ടാ പഹിയെ, നമ്മുടെ പൊട്ടിയ ചക്രം പറയുകയാണ്. സ്വന്തം പക്ഷത്തെ അസത്യമാണെന്ന് അറിഞ്ഞിട്ടുകൂടി വലിയ വലിയ മഹാരഥന്മാർ എന്ത് ചെയ്യുന്നു? ഏകാന്തമായ നിരായുധമായ ശബ്ദത്തിൽ സ്വന്തം ബ്രഹ്മാസ്ത്രം കൊണ്ട് ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കെ, അപ്പോൾ ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രത്തിന് അവന്റെ കൈകളിൽ ബ്രഹ്മാസ്ത്രങ്ങളോട് ഏറ്റുമുട്ടുവാൻ കഴിയും. ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്, പക്ഷെ എന്നെ വലിച്ചെറിയത് ഫേങ്കോമത്. ചരിത്രങ്ങളുടെ സാമൂഹിക ഗതി പെട്ടെന്ന് കള്ളമായി ഭവിക്കുമ്പോൾ എങ്ങനെ അറിയാം സത്യം പൊട്ടിയ ചക്രങ്ങളെ ആശ്രയിക്കില്ലെന്ന്. അതായത് ഈ കവിത വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എപ്പോഴും ഇതിന് ഇതിന്റെ ആശയം എഴുതാനും അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ കവിത എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹിക പ്രസക്തി വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന ഒരു കവിതയാണ് ടൂട്ടാ പഹിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കവിതയിൽ പറയുന്നത്, നമ്മൾ ഏതൊരു ചെറിയ കാര്യത്തിനെയും, അതായത് ഇവിടെ പൊട്ടിയ ചക്രമാണ് അഭിമന്യുവിന് നമ്മുടെ ചക്രവ്യൂഹത്തിനകത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി സഹായകരമാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നവരും കാണും, താഴ്ന്നവരും കാണും. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഉയർന്നവരെ സഹായിക്കാൻ താഴ്ന്നവരെ കാണുള്ളൂ. അങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടാകാം. അപ്പോൾ നമ്മള് സമൂഹത്തിലുള്ള എല്ലാവരെയും ഒരേ തട്ടിൽ തന്നെ കാണാൻ ശ്രമിക്കാമെന്നാണ് നമ്മുടെ കവി ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ഈ കള്ളം പറയുന്നവരും കാണും, സത്യം പറയുന്നവരും കാണും, അല്ലെ? അപ്പൊ ഈ ആൾക്കാര് സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഈ കള്ളം പറയുന്നവരുടെ കൂടെ കുറെ പേര് ഒത്തുകൂടും. എന്നാൽ സത്യം എന്താണെന്നും സത്യം പറയുന്നവരുടെ കൂടെ ഒന്നോ രണ്ടോ പേരെ കാണുള്ളൂ. എന്നാൽ അവസാനം എന്താണ് സംഭവിക്കുന്നത്? ഈ വലിയ കൂട്ടം സമൂഹം, അതായത് വലിയ കൂട്ടം ആൾക്കാർ കള്ളത്തിന്റെ കൂടെ ആയിരിക്കും. അപ്പൊ അവർ തോറ്റു പോകുമ്പോൾ ഈ സത്യത്തിന്റെ പക്ഷത്തിരിക്കുന്ന ഒന്നോ രണ്ടോ പേര് അവിടെ എന്ത് ചെയ്യുന്നു? ജയിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായി ഈ കള്ളം പറയുന്നവരെല്ലാവരും എന്ത് ചെയ്യുന്നു? സത്യത്തിന്റെ പക്ഷത്ത് വന്ന് ചേരുകയാണ്. ഓക്കെ, അപ്പൊ സത്യം പറയുന്നവരുടെ കൂടെ എപ്പോഴും ഒന്നോ രണ്ടോ പേരെ കാണുള്ളൂ, കള്ളം പറയുന്നവരുടെ കൂടെ ഒരു കൂട്ടം ആൾക്കാർ കാണും. അപ്പൊ വളരെ സാമൂഹിക പ്രസക്തിയുള്ള ഒരു കവിതയാണ്. ഈ കവിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. ഉയർന്നവരെയും താഴ്ന്നവരെയും ഒരേ കണ്ണോടുകൂടി തന്നെ കാണണം. സമൂഹത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. ഏതൊരു ചെറിയ വസ്തുവിനെയും, അതായത് പൊട്ടിയതായിക്കോട്ടെ പഴയതായിക്കോട്ടെ, എന്തായാലും ഏതൊരു ചെറിയ വസ്തുവിനും അതിൻ്റെതായ വില കൊടുക്കാൻ വേണ്ടിയാണ് കവി ഇതിലൂടെ പറയാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് വാക്കുകളുടെ അർത്ഥം നോക്കാം. ടൂട്ട എന്ന് പറഞ്ഞാൽ പൊട്ടിയ എന്നാണ് അർത്ഥം, പൊട്ടിയത്. പഹിയ എന്ന് പറഞ്ഞാൽ ചക്രം. അപ്പൊ ടൂട്ടാ പഹിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടിയ ചക്രം. ലേക്കിൻ, പക്ഷേ. പിന്നെ മുച്ചേ, എന്നെ. മുച്ചേ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ. ഫേങ്കോമത്, എറിഞ്ഞു കളയരുത് അല്ലെങ്കിൽ വലിച്ചെറിയരുത്. ജാനെ, അറിയാൻ. കബ്, എപ്പോൾ. ദുരൂഹ, മനസ്സിലാക്കാൻ വിഷമമുള്ള. ദുരൂഹ സാഹചര്യം കേട്ടിട്ടില്ലേ? മനസ്സിലാക്കാൻ വിഷമമുള്ള. ചുനൗത്തി, വെല്ലുവിളി. ദുസ്സാഹസി, ദുസ്സാഹസ് എന്ന് പറഞ്ഞാൽ ഇരട്ട സാഹസമുള്ള. പിന്നെന്താണ്? ഖിർന, ഖിർന എന്ന് പറഞ്ഞാൽ വലയം ചെയ്യപ്പെടുക. അതായത് ആ ചക്രവ്യൂഹത്തിനകത്ത് വലയം ചെയ്യപ്പെടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അകേലി, ഏകമായ. നിഹത്തി, നിരായുധനായ, കയ്യിൽ ആയുധമൊന്നും ഇല്ലാത്ത ഒരാളിനെയാണ് നമ്മൾ നിഹത്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ കവിതയിൽ അഭിമന്യുവിന് കയ്യിൽ ആയുധമൊന്നും ഇല്ലായിരുന്നു, നിഹത്തിയായിരുന്നു, അതായത് നിരായുധനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്
കുറച്ചു സമയത്തേക്ക് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടി സഹായകമായത് എന്താണ്? നമ്മുടെ വലിച്ചെറിയപ്പെട്ട നമ്മുടെ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്. ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ ഏതെങ്കിലും ചെറിയ വസ്തുവാണ് ഈ ലോകത്തിനെ മാറ്റിമറിക്കുന്നതെന്ന്? നമുക്കിപ്പൊ തന്നെ അറിയാം. നമ്മൾ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ആർക്കും കാണാനോ സ്പർശിക്കാനോ പോലും പറ്റാത്ത ചെറിയൊരു കോവിഡ് എന്ന് പറയുന്ന വൈറസ് ആണ് ഇപ്പോൾ ലോകത്തിനെ മൊത്തം കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഏതൊരു ചെറിയ വസ്തുവിനും നമ്മുടെ ഈ ലോകത്തിന് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിമറിക്കാൻ കഴിയും. അപ്പൊ ആ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ വേണ്ടി ആർക്ക് സാധിച്ചു? നമ്മുടെ ടൂട്ടാ പഹിയ, അതായത് നമ്മുടെ പൊട്ടിയ ചക്രത്തിന് സാധിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഏതൊരു ചെറിയ വസ്തുവിനെയും അതിൻ്റെതായ വില കൊടുക്കണം. അപ്പോൾ ഇത് ഇപ്പൊ വലിയ ബുക്ക് ഇരിക്കുന്നു, ചെറിയ ബുക്ക് ഇരിക്കുന്നു, ബുക്ക് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ രണ്ട് ബുക്കിനും ഒരേ വില നമ്മൾ കൊടുക്കണം. അതായത് മാത്സ് ഇരുന്നാലും ഫിസിക്സ് ഇരുന്നാലും നമ്മൾ രണ്ടിനും ഒരേ വില തന്നെ കൊടുക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം. കുചൽന മീൻസ് ചവിട്ടി മെതിക്കുക. ലോഹാലേന എന്ന് പറഞ്ഞാൽ എതിരിടുക, ഏറ്റുമുട്ടുക, യുദ്ധത്തിൽ ഏറ്റുമുട്ടുക, അതിനേക്കാണ് ലോഹാലേന എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിഹാസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി, ചരിത്രം. സഹസ പെട്ടെന്ന്, സഡൻലി. ചൂട്ടി പട്ന കളവാകുക. സച്ചായി സത്യം. മഹാരഥി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിഷയത്തിൽ മഹാപണ്ഡിതൻ, അതായത് എല്ലാം തികഞ്ഞവൻ എന്നാണ് നമ്മുടെ മഹാരഥി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അതായത് മഹാനായ വ്യക്തി അഥവാ നേതാവ്. ചക്രവ്യൂഹത്തിനകത്താണല്ലോ നമ്മൾ അഭിമന്യു പെട്ടുപോയത്. അപ്പോൾ ചക്രവ്യൂഹത്തിന്റെ അർത്ഥം എന്താണ്? സൈന്യങ്ങളെ വൃത്താകൃതിയിൽ, അതായത് സർക്കിളിൽ അണിനിരത്തുന്ന ഒരു പ്രത്യേക സമ്പ്രദായമാണ്. അതായത് മഹാഭാരത യുദ്ധത്തിൽ ദ്രോണാചാര്യൻ സൃഷ്ടിച്ച ഈ ചക്രവ്യൂഹത്തിൽ പെട്ടാണ് നമ്മുടെ അഭിമന്യു മരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ സർക്കിളിൽ, വൃത്താകൃതിയിൽ നമ്മുടെ സൈന്യങ്ങളെല്ലാം അണിനിരത്തുന്നതിനെയാണ് നമ്മളെ ചക്രവ്യൂഹം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മഹാഭാരത യുദ്ധത്തിൽ ദ്രോണാചാര്യർ ഇങ്ങനെ നിർമ്മിച്ച ചക്രവ്യൂഹത്തിൽ പെട്ടാണ് നമ്മുടെ അഭിമന്യു മരണമടയുന്നത്. ഓക്കെ, അക്ഷൗണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സേനാ വിഭാഗമാണ്. അക്ഷൗണി സേന എന്ന് പറഞ്ഞാൽ ഒരു സേനാ വിഭാഗമാണ്. അതില് 1,09,350 കാലാൾ പടവാണ്. ഓക്കെ, 65,610 കുതിരകൾ ഉണ്ടാവും. പിന്നെ 21,870 രഥങ്ങൾ ഉണ്ടാവും. പിന്നെന്താണ്? അത്ര തന്നെ ആനകളും ഉൾപ്പെട്ട വലിയൊരു സംഘമാണ് നമ്മുടെ ഈ അക്ഷൗണി സേന എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ സമൂഹത്തിൽ ആൾക്കാരെ എങ്ങനെ കാണണമെന്നും സമൂഹത്തിൽ ആൾക്കാരെല്ലാം തുല്യരായി കാണണമെന്നും സത്യത്തിന്റെ കൂടെ എപ്പോഴും നിൽക്കണമെന്നും സത്യത്തിനെ പ്രൊമോട്ട് ചെയ്യണമെന്നും ഒക്കെയാണ് ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? വലിയവരെയും ചെറിയവരെയും ഒരു തുല്യരായി കാണണം. ഏതൊരു ചെറിയ വസ്തുവിനും വലിയ വസ്തുവിനും അതിന് അതിൻ്റെതായ വില കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ലോകത്തിന്റെ ഗതി മാറ്റിമറിക്കുന്നത് ചെറിയ വസ്തു ആയിരിക്കാം. വലിയവന് ചെയ്യാൻ പറ്റാത്ത കാര്യം ചിലപ്പോൾ ചെറിയവന് ചെയ്യാൻ പറ്റിയെന്ന് വരാം. അതായത് താഴെ തട്ടിലുള്ളവന് വലിയവൻ ചെയ്യാൻ പറ്റാത്ത, അതായത് മുതിർന്ന വലിയ ആൾക്കാർക്ക്, അതായത് സമൂഹത്തിൽ ഉയർന്ന വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും താഴെ തട്ടിലുള്ളവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരാം. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ വസ്തുക്കൾക്കും അതായത് താഴെ തട്ടിലുള്ള മനുഷ്യരെയും എല്ലാവരും നമ്മൾ ഒരേ കണ്ണോടെ കാണണമെന്നാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.